നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാത്രി ഭക്ഷണം കഴിച്ച് അച്ഛനും രണ്ടാനമ്മയും ഒരു മുറിയിലേക്കും 6 വയസ്സുകാരിയും ഇളയ സഹോദരി മറ്റൊരു മുറിയിലേക്കും ഉറങ്ങാൻ കയറുന്നു. ഇതിനിടെ രാവിലെയായിട്ടും മൂത്ത മകൾ ഉറക്കമെഴുന്നേൽക്കാതായപ്പോൾ ഭയപ്പെട്ട പിതാവ് മകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മകൾക്ക് ജീവനില്ല എന്നാണ് അറിഞ്ഞത്. തൊട്ടു പിന്നാലെ പോലീസ് അന്വേഷണം നടത്തുകയും ഈ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഒരു ക്രൂര കൊലപാതകവും പിന്നിൽ ദുർമന്ത്രവാദ സംശയവും കൂടിയാണ്. കോതമംഗലത്ത് നെല്ലിക്കുഴി കുറ്റിലഞ്ഞി പുതുപ്പാലത്ത് താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന്റെ മകൾ മുസ്കാനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് രണ്ടാനമ്മ അനീഷ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തു. 23-കാരിയായ അനീഷ അജാസ് ഖാന്റെ രണ്ടാം ഭാര്യയാണ്. യുവതിക്ക് 2 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. കൂടാതെ അനീഷ ഇപ്പോൾ ഗർഭിണിയുമാണ്. 2 വർഷം മുമ്പാണ് യുവതി അജാസിനൊപ്പം താമസിക്കാൻ തുടങ്ങിയത്. അജാസിന്റെ ആദ്യ ബന്ധത്തിലുണ്ടായ മുസ്കാൻ തനിക്ക് ബാധ്യതയാകുമെന്ന തോന്നലിലാണ് കുറ്റകൃത്യം നടത്തിയതെന്നായിരുന്നു പ്രതി പോലീസിനോട് പറഞ്ഞത്. ബുധനാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിക്ക് അനക്കമില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാവിലെ 6ഓടെ അജാസ് ഖാൻ അയൽവാസികളെ സമീപിക്കുകയായിരുന്നു. ഭാര്യയ്ക്ക് ബാധയുണ്ടെന്ന് അജാസ് ഖാൻ അയൽക്കാരോട് പറയുകയായിരുന്നു. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആണോ കൊലയ്ക്ക് കാരണമെന്നാണ് സംശയിക്കുന്നത്. എന്നിരുന്നാലും നിലവിൽ അജാസിനെ പ്രതി ചേർത്തിട്ടില്ല. അജാസ് ഖാൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ദമ്പതികൾ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ വീണ്ടും ചോദ്യം ചെയ്ത ശേഷം അനീഷയെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അജാസ് ഖാനും ഭാര്യയും 2 മക്കളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു മുസ്കാൻ. തുടർന്ന് അജാസ് ഖാൻ ജോലിക്ക് പോയി. പുലർച്ചെ 2 മണിയോടെയാണ് തിരിച്ചെത്തിയത്. താനും ഭാര്യയും ഒരു മുറിയിലും മക്കൾ 2 പേരും മറ്റൊരു മുറിയിലുമായിരുന്നു കിടന്നിരുന്നതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. രാവിലെ പെൺകുട്ടി എഴുന്നേൽക്കാതായതോടെ ചെന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നായിരുന്നു ദമ്പതികൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതക സാധ്യത ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് അനീഷ കുറ്റം സമ്മതിച്ചത്. 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ദുർമന്ത്രവാദ സംശയം നിഴലിക്കുകയാണ്. കേസിൽ ഇതുവരെ മറ്റു പ്രതികൾ ഇല്ല എന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനിടെയാണ് നാട്ടുകാർ ചില സംശയങ്ങൾ ചർച്ചയാക്കുന്നത്. ചിലരെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. കൊലപാതകത്തിൽ പിതാവ് അജാസ് ഖാന് പങ്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. സ്വന്തം കുട്ടി അല്ലാത്തതിനാൽ ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്ന് അനീസ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് അനീഷയ്ക്ക് ബാധ കൂടുതലുണ്ടോ എന്ന സംശയം ഉയരുന്നത്. രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങിയ മകൾ രാവിലെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല എന്നായിരുന്നു കുട്ടിയുടെ പിതാവും കൊലപാതകിയായ രണ്ടാനമ്മയും പോലീസിന് നൽകിയ മറുപടി. ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ മുറിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പിന്നാലെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് തെളിഞ്ഞത്. പിന്നീട് അജാസ് ഖാനെയും രണ്ടാനമ്മയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന് ചുരുളഴിയുകയായിരുന്നു. കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അനീഷ പോലീസിനോട് സമ്മതിച്ചത്. രാത്രി അജാസ് ഖാൻ വീട്ടിൽ നിന്ന് പുറത്തുപോയപ്പോഴായിരുന്നു കുട്ടിയുടെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. കുഞ്ഞ് മരിച്ച വിവരമറിഞ്ഞ് സംശയം തോന്നിയ നാട്ടുകാരാണ് പഞ്ചായത്ത് മെമ്പറിനെയും പോലീസിനെ വിവരം അറിയിച്ചത്. കോതമംഗലം പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കുകയായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ കുഞ്ഞിന് ബോധമില്ലായിരുന്നുവെന്നും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു എന്നുമാണ് കുട്ടിയുടെ രണ്ടാനമ്മ പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്ന് മനസ്സിലാക്കിയ പോലീസ് അച്ഛനെയും കുട്ടിക്കൊപ്പം വീടിനകത്തുണ്ടായിരുന്ന രണ്ടാനമ്മയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിനൊടുവിലാണ് കൊലപാതകം സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ രണ്ടാനമ്മയാണെന്ന വിവരം മാത്രമാണ് പോലീസ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ആലുവ റൂറൽ SP അടക്കം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായതും വിശദാംശങ്ങൾ ശേഖരിച്ചതും. കുഞ്ഞിന്റെ അച്ഛന് കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചോദ്യം ചെയ്യലിൽ ഇത് വ്യക്തമായതായും പോലീസ് പറഞ്ഞു. എന്നാൽ 6 വയസ്സുകാരി മുസ്കാന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും എത്തിയിട്ടില്ല. കേസിൽ രണ്ടാനമ്മ അനീഷ അറസ്റ്റിലായതും പിതാവ് അജാസ് ഖാൻ കസ്റ്റഡിയിലുമായതോടെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അജാസിന്റെയും അനീഷയുടെയും ബന്ധുക്കളെ വിവരമറിയിച്ചതായി പോലീസ് അറിയിച്ചു. എന്നാൽ ബന്ധുക്കൾ എപ്പോൾ എത്തുമെന്നതിൽ വ്യക്തതയില്ല. മകൾ 2 വയസ്സുകാരി എൽമയും സംഭവത്തോടെ തനിച്ചായി. നിലവിൽ പിതാവിനൊപ്പം പോലീസ് സ്റ്റേഷനിലുള്ള കുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റും. 25 വർഷം മുമ്പാണ് UP-ക്കാരായ അജാസിനെ കുടുംബം നെല്ലിക്കുഴിയിലെത്തിയത്. ഇവിടുത്തെ ഫർണിച്ചർ കടയിൽ ജീവനക്കാരനായിരുന്ന അജാസ് 2 വർഷം മുമ്പാണ് നെല്ലിക്കുഴിയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.